ബജറ്റുമായി ബന്ധപ്പെട്ട് നിയമസഭ കൂടാൻ പോവുകയാണ് ഈ മാസം. സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നയപ്രഖ്യാപന പ്രസംഗമാണ്. അത് നടത്തുന്നത് ഗവർണറും. സർക്കാർ എഴുതി നൽകുന്ന നയപ്രഖ്യാപനം ഗവർണർ വായിക്കുകയാണ് പതിവ്. അങ്ങനെ വായിക്കുന്ന സമയങ്ങളിൽ എല്ലാം വായിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് ഗവർണർക്ക് വായിക്കേണ്ട എന്ന് തോന്നുന്നതൊന്നും തന്നെ വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ യാതൊന്നും ഗവർണർക്ക് നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുവാൻ സാധിക്കില്ല. സർക്കാർ എഴുതി തയ്യാറാക്കി നൽകുന്ന നയപ്രഖ്യാപനം ഇതുവരെ സഭയിൽ ഗവർണർ വന്ന് വായിക്കാതിരുന്നിട്ടില്ല. കഴിഞ്ഞ തവണ ഗവർണർ ഇത് വായിക്കുമ്പോൾ അദ്ദേഹം ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കിയിരുന്നു. നയപ്രഖ്യാപന പ്രസംഗം എഴുതി തയ്യാറാക്കുന്ന സമയങ്ങളിൽ കൂടിയ സഭയിൽ തമാശ എന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് ദോഷമാകുന്ന തരത്തിൽ, കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്ക് എതിരായി നിൽക്കുന്ന തരത്തിലുള്ള വലിയ കാര്യങ്ങളൊന്നും അതിൽ ചേർക്കണ്ട എന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞിരുന്നു. അന്ന് ഗവർണറോട് ഒരു അടുപ്പമൊക്കെ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. അദ്ദേഹത്തിനെ തെരുവിൽ തടഞ്ഞു നിർത്തിയതിന്റെയും കരിങ്കൊടി കാട്ടിയതിന്റെയും അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തിയതിന്റെയും ഒക്കെ പ്രതിഷേധം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും ഇരുവരും മുഖത്ത് പോലും നോക്കാതെ വലിയ തരത്തിലുള്ള പിണക്കം പ്രകടിപ്പിച്ചിരുന്നു. ചായ സൽക്കാരത്തിൽ പോലും പങ്കെടുക്കാതെ മുഖ്യമന്ത്രി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് കൂടാൻ പോകുന്ന സഭയിൽ ഗവർണർ പങ്കെടുത്ത് വായിക്കുവാൻ പോകുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏതൊക്കെ ഒഴിവാക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹത്തിന് നടത്താതിരിക്കാൻ കഴിയില്ല. അത് ഭരണഘടനാ നിയമപ്രകാരം നടത്തേണ്ടതാണ്. അത് നടത്തിയില്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമാവുകയും ചെയ്യും. തെക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടങ്ങളിലേക്ക് BJPക്ക് കടക്കുവാനുള്ള പാലങ്ങളായാണ് ഗവർണർമാർ പ്രവർത്തിക്കുന്നത്. കേരളത്തിലും അതേ അവസ്ഥ തന്നെയാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ കാവ്യവൽക്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇത് വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി സർക്കാരിന് തലവേദന സൃഷ്ടിക്കുക എന്നുള്ളത് ഈ സംസ്ഥാനങ്ങളിലെ എല്ലാം ഗവർണർമാരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന പോലെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ മമതാ ബാനർജിയും ഗവർണറും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നയപ്രഖ്യാപനം നടത്താൻ അദ്ദേഹം എത്തിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങളൊക്കെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമായി ഉണ്ടെങ്കിൽ പോലും ഗവർണർമാർ വരികയും അവർ ആ നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയും ചെയ്യുന്നു. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തി ആ പ്രസംഗം നടത്തുമ്പോൾ അത് ഏതൊക്കെ തരത്തിലായിരിക്കും, ഏതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കും, കേന്ദ്രത്തിനെതിരായുള്ള ഭാഗങ്ങൾ വായിക്കുമോ അല്ലെങ്കിൽ അത് ഒപ്പിട്ട് നൽകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടവയാണ്. കഴിഞ്ഞ തവണ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയായ KR ജ്യോതിലാലിനെതിരെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഗവർണർക്കുണ്ടായിരുന്നു. അദ്ദേഹത്തെ മാറ്റാതെ നയപ്രഖ്യാപന പ്രസംഗം നടത്തില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതിൽ ഒപ്പുവെക്കില്ലെന്നും അറിയിച്ചിരുന്നു. അതിനെ തുടർന്ന് KR ജ്യോതിലാലിനെ മാറ്റിയതിനു ശേഷമാണ് ഗവർണർ ആ നയപ്രഖ്യാപന സമ്മേളനത്തിൽ പങ്കെടുത്തതും ഒപ്പുവെച്ചതും. സഭയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സർക്കാർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതും അദ്ദേഹത്തെ മാറ്റിയതും. ഇപ്പോൾ നടക്കാനിരിക്കുന്ന സഭ കൂടുന്നതിന് മുമ്പും ചീഫ് സെക്രട്ടറി V വേണുവുമായി ചില ആശയക്കുഴപ്പങ്ങൾ, ചില പ്രശ്നങ്ങൾ ഗവർണർക്കുണ്ട്. ഗവർണർ സമർപ്പിക്കുവാൻ പറഞ്ഞ 2 റിപ്പോർട്ടുകൾ ഇതുവരെ അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഗവർണറെ അലട്ടുന്ന വലിയ പ്രശ്നം. അതിലൊന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടാണ്. അത് V വേണു സമർപ്പിച്ചിട്ടില്ല. രണ്ടാമത് ഗവർണറെ വഴിതടഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ്. അതും അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല. ഈ 2 റിപ്പോർട്ടുകൾ സമർപ്പിക്കാത്തതിന്റെ ഭാഗമായി ഗവർണർക്ക് V വേണുവിനോട് വലിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നടന്നത് ഇത്തവണ ആവർത്തിക്കുമോ എന്ന് അറിയേണ്ടതായുമുണ്ട്. സർക്കാരിനെ ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ഗവർണർ കുഴപ്പിക്കുന്നുവെങ്കിലും BJPയെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, നിരന്തരമായി ഗവർണർ സർക്കാരിനോട് ഇങ്ങനെ പ്രതിഷേധങ്ങൾ അറിയിക്കുമ്പോൾ, വലിയ സ്പർദ്ധ ഉണ്ടാക്കുമ്പോൾ അത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ LDFനോട് ചേർത്ത് നിർത്തുമോ എന്ന ഭയം അവർക്കുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ബാധിക്കുമോ എന്ന ഭയം അവർക്കുണ്ട്. കാര്യം കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി നിന്നത് ന്യൂനപക്ഷങ്ങളായിരുന്നു. ആ ന്യൂനപക്ഷങ്ങൾ ഇത്തവണ CPMന് അനുകൂലമായി നിന്നാൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സീറ്റിലെങ്കിലും BJPക്ക് അധികാരത്തിൽ വരണമെന്ന BJPയുടെ സ്വപ്നം നടക്കാതെ പോകുമോ എന്ന ഭയമാണ് നിലവിൽ BJPക്കുള്ളത്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന പ്രത്യാശയിലാണ് കോൺഗ്രസ് ഇരിക്കുന്നത്. കൃത്യമായ സമരമുറകളിലൂടെയാണ് കോൺഗ്രസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനകോല് പറഞ്ഞതുപോലെ 20-ൽ 20 സീറ്റുകളും സ്വന്തമാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ കോൺഗ്രസ് ജനപക്ഷത്തേക്ക് എത്തിക്കുന്നത്.